ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി കാണുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്കിതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് സാറ്റിൻ ബോ എടുക്കാം. ഞാനൊരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലൂ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെയർ ബാൻഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഫോം ഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒരു കളർ തന്നെയല്ല, പല കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ഇതുപോലെ എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ഫോം ഫ്ലവറും അതുപോലെ തന്നെ സാറ്റിൻ ബോയൊക്കെ ഇരിപ്പുള്ളൂ. ഞാൻ ആദ്യമായിട്ട് തുടക്കക്കാരാണ്, തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാനൊരു മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ട ശേഷം ഇത് ചെയ്യാൻ ആഗ്രഹപ്പെട്ട് ഞാനത് അതേപോലെ ആ ഒരു ഐറ്റംസ് മാത്രമേ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ 2 ബോ ചെയ്തപ്പോഴത്തേന് കൂടെ വാങ്ങിച്ച പോളനും അത് ഇതൊക്കെ അങ്ങ് തീർന്നു പോയി. പിന്നെ എനിക്ക് മിച്ചം വന്നത് ഈ ഒരു ഫോം ഫ്ലവർ മാത്രമാണെന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇടാമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ഏത് സാധനമാണോ ഇരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊരു ബോ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് തന്നെ നല്ലൊരു ബോ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് എല്ലാം മനസ്സിലാക്കി. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കുക. ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് തുടക്കക്കാർക്കൊന്നും എന്തൊക്കെ വാങ്ങിക്കണം എങ്ങനെ വാങ്ങിക്കണമെന്നൊന്നും ഒരു ഐഡിയയും കാണത്തില്ലായിരിക്കും. അപ്പോൾ അവർക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹെയർ ബാൻഡ് ചെയ്തതാണ്. ഹെയർ ബാൻഡിൻ്റെ മേക്കിങ് ചെയ്യുന്ന വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏത് ഐറ്റംസ് ആണോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ എല്ലാ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പറഞ്ഞ മെസ്സേജ് പ്രകാരമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ ഫോം ഫ്ലവർ ചിലപ്പം ഒരു പല കളറ് ഒരു 2 or 3 വെച്ചൊക്കെ കാണത്തുള്ളായിരിക്കും. മിച്ചം നമ്മൾ മറ്റ് ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വന്ന ഐറ്റംസ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ മോഡലിൽ ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ അത് തന്നെയല്ല, ചിലരൊക്കെ വന്നിട്ട് എൻ്റെ ഇത് സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ പറയും, എനിക്കിത് എൻ്റെ മോക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ്, എനിക്കിത് സെയിൽ ചെയ്യാനല്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ ഒരു സന്തോഷമാണ്. നമ്മുടെ മക്കൾക്ക് തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അത് വെക്കുമ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നാന്നുള്ളൊരു അവിടെ ഒരു സ്നേഹം എന്താണ് ഒരു സന്തോഷമൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയും ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു വരുമാനമായിട്ടല്ല, നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ വില കൂടിയ സാധനങ്ങൾ ഓൺലൈൻ വഴിയൊക്കെ വരുത്തുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പൈസ ലാഭിക്കാൻ പറ്റും. കാരണം ഓൺലൈനിൽ 200 രൂപയുടെ ഒരു ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 200 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 4-5 ഒരു ബോ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് അമ്മമാരുണ്ട്. ഇപ്പോൾ ഓൺലൈനിലും മറ്റു കടകളിലൊക്കെ പോയി വാങ്ങിക്കാതെ ഇതുപോലെ അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രസ്സിനനുസരിച്ച് തന്നെ നമുക്ക് അവർക്ക് ഹെയർ ബോ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ മേക്ക് ചെയ്ത്. പിന്നെ ചിലരൊക്കെ പറയും, എനിക്ക് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ ബോ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു ഐഡിയ പോലും എനിക്കില്ല. പക്ഷെ അത് ഇങ്ങനൊരു ബോ ചെയ്തെടുക്കാൻ വേണ്ടി അത്ര വലിയ അറിവൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ്. നമുക്ക് ഈ ഒരു സാധനം ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ അറിയാം. ആ ഒറ്റ കാര്യം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്രമത്തിനങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏതൊരു കുഞ്ഞു കുട്ടികൾക്ക് പോലും. ഒരിപ്പം എൻ്റെ മോനാണെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് അവനും പഴയത്, അതായത് നമ്മൾ വലിയ സെയിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പ്രോഡക്റ്റൊക്കെ വരുമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ ചെയ്യാം. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം
ഞാനിങ്ങനെ അവനിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമായിട്ടാണ് അവൻ്റെ ഐഡിയയ്ക്കനുസരിച്ച് ചെയ്യും. അമ്മ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുന്നൊക്കെ എന്നോട് വന്ന് പറയാം. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, നല്ലതാണല്ലോ കാണാൻ. അപ്പോൾ അവൻ്റെ ഐഡിയയിൽ അത്രയും തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തുമാത്രം രീതിയിൽ നമുക്കത് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു പശ കൊണ്ട് ഗ്ലൂ ഉണ്ടെങ്കിൽ, ഇതുപോലെ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെയർ ബോ ചെയ്തത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഫോം ഫ്ലവർ പല കളറിലെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പോളം വെക്കാത്തതുകൊണ്ട് നമ്മൾ ബീഡ്സൊക്കെ വെച്ചൊന്ന് ഒരു ഡെക്കറേഷൻ പോലെ ചെയ്തെടുക്കുകയാണ്, കുറച്ചും കൂടെ ഭംഗിക്ക്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വൈറ്റിൻ്റെ ബീഡ്സ് ഇല്ല എന്നോർത്ത് വിഷമിച്ച് ഈ ഒരു ബോ ചെയ്യാതിരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബീഡ്സ് കാണുമല്ലോ, അപ്പോൾ ആ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഇത് ബീഡ്സ് വെച്ചില്ലെങ്കിലും കാണാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫോം ഫ്ലവർ വെച്ചിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. നമ്മളിപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹെയർ ബാൻഡൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം കാണത്തില്ലായിരിക്കും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് അവർക്കൊരു ഡ്രസ്സിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഹെയർ ബാൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്ക് തന്നെ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് 2 ആൺപിള്ളേരാണ്. അപ്പം എനിക്കത്, പക്ഷേ എൻ്റെ ആങ്ങളയുടെ മക്കൾക്കൊക്കെ ഞാനാണെങ്കിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തൊരു ഒരു വലിയൊരു അംഗീകാരം കിട്ടിയ പോലെ അത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ വില കൂടിയ സാധനം കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത്രയും സന്തോഷം കാണത്തില്ല. ഇത് ഞാൻ പറയാം ആൻറ്റി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. എന്നോട് പറഞ്ഞു, ആൻറ്റി എനിക്ക് ഈ കളറിൽ ഉണ്ടാക്കി തരണേ, ആൻറ്റി ആ കളറിൽ ഉണ്ടാക്കി തരണേ, ഇങ്ങനെ ഓരോ കളറൊക്കെ എടുത്ത് പറയാം. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോഴും അവരുടെ ആ സന്തോഷം കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. ഒരു എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലൊരു സന്തോഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അത് തന്നെയല്ല, കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ സ്കൂളിൽ നിന്ന് പിന്നെയും ഓർഡർ വന്നായിരുന്നു. പിന്നെ ഈ ഫോം ഫ്ലവർ വെച്ചുള്ളത് 7 ബോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയും ഓർഡറുകൾ കിട്ടും. എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം. ചിലരൊക്കെ ഒരു വീട്ടിൽ നിന്ന് ചുമ്മാ ബോറടിക്കുന്നവരുണ്ടെങ്കിൽ ചെറിയൊരു വരുമാനത്തിന് വേണ്ടിയൊക്കെയും ഈ ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കാണാം. അപ്പോൾ അവർക്കൊക്കെ ചിലരൊക്കെ പറയും എനിക്ക് ഓർഡർ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് എന്താണെങ്കിലും ഒന്ന് ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഓർഡർ കിട്ടും. അപ്പം നമ്മൾ നമ്മൾ ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടണം. അപ്പം കഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ വേറെ നമ്മുടെ ഇവിടുത്തെ മെമ്പറോട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഉടനെ പറഞ്ഞു, നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് എൻ്റെ ഫോണിലാണെങ്കിൽ അതിൻ്റെ ഹെയർ ബാൻഡ് ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അയച്ചു കൊടുത്തു. അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.